തിരുവനന്തപുരം വട്ടപ്പാറയിലെ അജിത്തിന്റെ മരണത്തിൽ ദുരൂഹത തുടരുന്നു. അജിത്തിന്റെ മരണത്തിന് പിന്നാലെ മുറി പെയിന്റ് അടിച്ചതിലും ദുരൂഹത. അജിത്തിന്റെ ഭാര്യ ബീനയാണ് പെയിന്റ് അടിക്കാൻ ആവശ്യപ്പെട്ടതെന്ന് അശോക് കുമാർ പറഞ്ഞു. സഞ്ചയനം കഴിഞ്ഞ് ഒരു ദിവസം കണ്ടപ്പോഴാണ് ബീന ഇക്കാര്യം പറഞ്ഞത്. 16-ന് മുൻപ് പെയിന്റ് ചെയ്യുന്നത് എന്തിനെന്ന് ചോദിച്ചപ്പോൾ പൂജാരി പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞു. ആളുകൾക്ക് സംശയം തോന്നാതിരിക്കാൻ രാത്രിയാണ് പെയിന്റ് അടിച്ചത്. വീട്ടിൽ ചെന്നപ്പോൾ റൂം മുഴുവൻ വൃത്തിയാക്കിയിരുന്നുവെന്നും ഇളയ മകൻ ചുമര് പുട്ടിയിട്ടിരുന്നുവെന്നും അശോക് കുമാർ വ്യക്തമാക്കി. ഈ അജിത്തിന്റെ വീട് പെയിന്റ് ചെയ്യാനായിട്ട് ആരായിരുന്നു വിളിച്ചിരുന്നത്? വീട്ടിൽ എന്നെ ബീന ചേച്ചിയാണ് വിളിച്ചത്. എന്നെ വിളിക്കണമെന്ന് പറഞ്ഞാൽ സഞ്ചയനൊക്കെ കഴിഞ്ഞിട്ട് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ വൈകുന്നേരം ഞാൻ അതുവഴി വന്നപ്പോൾ എന്താ പറഞ്ഞു, വീടൊന്ന് പെയിന്റ് അടിക്കണം. ഞാൻ എന്ത് ചേച്ചി ഇപ്പം പെയിന്റ് അടിക്കണമെന്ന് ചോദിച്ചു. 16 പോലും ആയില്ലല്ലോ. അപ്പോൾ പറഞ്ഞു ഞാൻ ഒരു പൂജാരിയെ പോയി കണ്ട് 16-ന് വീട്ടിൽ പൂജാമുറിയിൽ വിളക്ക് കൊടുക്കണം. അപ്പോൾ ആ പോറ്റി പറഞ്ഞെന്ന് പറഞ്ഞാൽ ആ റൂമിനാ മൊത്തം ഒരു വെട്ടം വരണം, ഒന്ന് വെള്ളം അടിക്കണമെന്ന് പറഞ്ഞു. വെള്ളം അടിച്ചാൽ മതി എന്ന് പറഞ്ഞു. അത് പകലല്ല, രാത്രിയാണ് പെയിന്റ് അടിപ്പിക്കുന്നത്. അത് പറഞ്ഞു. രാത്രി എന്തിനാ പെയിന്റ് അടിക്കാൻ പറഞ്ഞു? ആൾക്കാരൊക്കെ വന്ന് പോകണുണ്ട്, ആൾക്കാർക്ക് സംശയം തോന്നും. രാത്രി അടിച്ചാൽ അജിത്തിന്റെ മരണത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് അറിയേണ്ടതുണ്ടെന്ന് CPIM ജില്ലാ സെക്രട്ടറി വി ജോയ് പറഞ്ഞു. കുടുംബം മുഖ്യമന്ത്രി നൽകിയ പരാതികളിൽ നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെന്നും വി ജോയ് പറഞ്ഞു. അല്ല, നമുക്കതിന്റെ വസ്തുത എന്താണെന്നുള്ളത് മനസ്സിലാകണമല്ലോ. നമുക്കത് അതിനുള്ള സംവിധാനം ഉണ്ടാക്കാൻ നമുക്കത് അത് നോക്കാം. നമുക്ക് പോലീസിന്റെ ഭാഗത്ത് അതിനകത്ത് ഏതെങ്കിലും രൂപത്തിലുള്ള ഒരു പിഴവ് വന്നിട്ടുണ്ടോ എന്നുള്ളതും ഇതിന്റെ ഭാഗമായിട്ട് പരിശോധിക്കപ്പെടേണ്ടതാണ്. എന്തായിരുന്നാലും വളരെ സീരിയസ് ആയിട്ട് ഈ വിഷയം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ ഇപ്പോൾ ഇവര് CM ബിത്തുമിയിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ നടന്നിട്ടുള്ളത്. ബാക്കി കാര്യങ്ങൾ കൂടി നമുക്ക് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഒരു പ്രത്യേക അന്വേഷണ ടീമിനെ വെച്ച് ഈ കാര്യം അന്വേഷിക്കണം എന്നൊരു നിലപാട് നമുക്ക് സ്വീകരിക്കാം. TV പ്രസാദ് നൽകും വിശദാംശങ്ങൾ. പ്രസാദ്, എന്തൊക്കെ ദുരൂഹതകളാണ് ഇപ്പോൾ സംശയിക്കുന്നത്? റോഷ്നി, ഇപ്പോൾ പെയിന്റ് അടിച്ചവർ പറയുന്നത് കേട്ടു. അതായത് മരണം നടന്ന് 8ാമത്തെ ദിവസമാണ് ഈ റൂമിലുള്ള പെയിന്റ് അടി നടക്കുന്നത് എന്നുള്ളതാണ്. ആദ്യം ആത്മഹത്യയാണ് എന്നാണ് അജിത്തിന്റെ ഭാര്യയും അമ്മയും പോലീസിന് മൊഴി നൽകിയത്. പിന്നീടാണ് ശരീരത്തിൽ 31 പരിക്കുകൾ, അതിൽ 4 പരിക്കുകൾ തലക്കേറ്റ പരിക്കുകൾ മരണകാരണമായി എന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടർ പുറത്തുവിടുന്നത്. അതിന് പിന്നാലെയാണ് വീണ്ടും അന്വേഷണം സജീവമാകുന്നത്. എന്തിനാണ് ഈ മുറി ഇത്ര പെട്ടെന്ന് പെയിന്റ് ചെയ്ത് എന്ന ചോദ്യം വളരെ സജീവമായി ഉയരുകയാണ്. ഒപ്പം എങ്ങനെയാണ് ശരീരത്തിൽ ഈ 31 മുറിവുകൾ ഉണ്ടായത് എന്നതിനെക്കുറിച്ച് അജിത്തിന്റെ ഭാര്യയോ മകനോ ഇതുവരെയും ഒന്നും പറഞ്ഞിട്ടില്ല. നിലവിൽ പോലീസ് അന്വേഷണം കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. റോഷ്നി, ശരി, TV പ്രസാദാണ് വിശദാംശങ്ങൾ നൽകിയത്.